ഡൽഹി കലാപക്കേസ് പ്രതി ഉമർ ഖാലിദിന് 3 ദിവസത്തെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജാമ്യം ഇടക്കാല ജാമ്യമാണ്. 3 ദിവസത്തേക്കേ ഉള്ളൂ. അമ്മയെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇയാൾക്ക് ദീർഘമായിട്ടുള്ള സ്വാഭാവിക ജാമ്യം അനുവദിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ജുഡീഷ്യറിയിൽ, അതായത് നമ്മുടെ കോടതിക്കുള്ളിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഉമർ ഖാലിദിന് ജാമ്യം അനുവദിക്കുന്നതിന് തടസ്സം? അല്ല, ഉമർ ഖാലിദിന് ജാമ്യം ആ UAPA നിയമം അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത്. ആ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കാര്യത്തിൽ 2 ബെഞ്ചിൽ 2 തരത്തിലുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. ഒരു ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഡിവിഷൻ 2 അംഗങ്ങളുള്ള ഒരു ബെഞ്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് 2 അംഗങ്ങളുള്ള ഒരു ബെഞ്ച് മറിച്ചൊരു അഭിപ്രായം പറയാൻ പാടില്ല. അതിൻ്റെ ജുഡീഷ്യറിയുടെ നിയമം അനുസരിച്ച്, അതിൻ്റെ നടത്തിപ്പ് അനുസരിച്ചിട്ട് അവർ പിന്നെ മറിച്ചൊരു അഭിപ്രായം പറയാൻ പാടില്ല. ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇക്കാര്യത്തിലുള്ളത് കൊണ്ട് ഇത് ലാർജർ ബെഞ്ച് കേൾക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് അതിനകത്ത് ഇരുന്ന 2 ജഡ്ജിമാരും പരസ്പരം ഓരോ തരത്തിൽ പറയുകയും അവസാനം ഇത് ലാർജർ ബെഞ്ചിന് വിടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. അപ്പോൾ ഈ ജാമ്യം കൊടുക്കണം എന്ന് വാദിക്കുന്നവർ, എന്ന് ആഗ്രഹിക്കുന്നവർ പറയുന്ന അങ്ങനെ ഈ ഉമർ ഖാലിദ് ദീർഘകാലമായിട്ട് ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ വിചാരണ ഇല്ലാതെ ജയിലിലിടുന്നത് ശരിയല്ല. അയാൾക്കൊരു വിചാരണ ഏത് സമയത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് വേണം ജയിലിലിടാനായിട്ട്. അതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ കേസിൻ്റെ വിചാരണ എന്ന് നടക്കും എന്നുള്ള കാര്യം കൃത്യമായി പറയാൻ കോടതികൾക്ക് പോലും കഴിയില്ല. കാരണം അത്രയേറെ പെൻഡൻസി ഉണ്ട്, കുടിശ്ശിക ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കോടതിക്ക് നോക്കുന്ന സമയത്ത് ഉമർ ഖാലിദിൻ്റെ കേസ് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ കയറി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധയൊക്കെ കിട്ടും എന്നല്ലാതെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസും വേറൊരു കേസും തമ്മിൽ അങ്ങനെ വലിയ ഈ പ്രമുഖമായ കേസും പ്രമുഖമല്ലാത്ത കേസും എന്നൊരു തരംതിരിവ് കോടതിക്ക് സാധ്യമല്ല. വിശേഷിച്ചും അപ്പെക്സ് കോർട്ടുകൾക്ക്, ഹൈക്കോർട്ടുകൾക്കും സുപ്രീം കോർട്ടുകൾക്കും അങ്ങനെ ഒന്നും എടുക്കാൻ സാധ്യമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കേസിനും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അവർ അഡ്മിറ്റ് ചെയ്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉള്ളത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഓഫ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് കേസിലെ ക്വസ്റ്റ്യൻ ഓഫ് ലോയും പ്രാധാന്യം അർഹിക്കുന്നതായതുകൊണ്ട് ഉമർ ഖാലിദിൻ്റെ കേസിലെ ക്വസ്റ്റ്യൻ ഓഫ് ലോക്ക് കൂടുതൽ പ്രാധാന്യം ഒന്നും കരുതാനായിട്ട് സാധ്യമല്ല. അങ്ങനൊരു സങ്കല്പമേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമർ ഖാലിദിൻ്റെ കേസ് വരുന്ന സമയത്താണ് ഒരുപാട് മീഡിയ അറ്റൻഷൻ കിട്ടും, ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിന് ശ്രദ്ധേയമായൊരു കേസാണ്. അതിനേക്കാളെല്ലാം ഉപരി ഏറ്റവും ശക്തമായ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകളുടെ താല്പര്യം ഉൾച്ചേർന്നിട്ടുള്ള ഒരു കേസാണത്. അപ്പോൾ അത് തന്നെയല്ലാതെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ നടത്തിയ ഒരു വലിയ ശക്തമായ ഒരു നീക്കത്തിൻ്റെ പരിണിത ഫലവും കൂടിയാണ്. അപ്പോൾ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മാനമുണ്ട്, മതപരമായ മാനമുണ്ട്, അന്താരാഷ്ട്ര മാനമുണ്ട്, ആ കൂട്ടത്തിൽ നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇതങ്ങനെയാണെങ്കിൽ ഒരു സുപ്രീം കോടതിക്ക് പറയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേസ് ഏതായാലും ശരിയാണ്, ജാമ്യം കൊടുക്കണം എന്ന് പറയാം. അതാണ് അവർ പറയുന്നത് ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്കങ്ങനെ എല്ലാത്തിലും ഒരു കേസിൽ ഒരാൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ആ കേസിൻ്റെ സാഹചര്യം, അതിൻ്റെ നിയമം, യുക്തി, ഈ 3 കാര്യങ്ങൾ പരിഗണിക്കാതെ ഒരു കേസിൽ ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് വസ്തുത. ഈ സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കേസിൽ. കാരണം ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാക്കി ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച കേസിലെ പ്രതികളാണ്. രാജ്യദ്രോഹ കുറ്റമുള്ളതാണത്. ഈ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സ്വഭാവമാണ്. ഭരണഘടനയെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ളവർക്കാണ് ഇതിനകത്ത് പ്രതികൾ. ആ പ്രതികളാണ് വിചാരണ കാത്ത് കിടന്നത്. അവരുടെ വിചാരണ വൈകുന്നുണ്ട്. വിചാരണ വൈകുന്നതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കും. ആ കാരണങ്ങൾ വിചാരണ വൈകുന്നു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുക്കുന്നത് ശരിയാണോ എന്നാണ് ഈ കേസിൽ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിചാരണ വൈകുന്നു. പക്ഷേ ഒരു കേസിൽ വിചാരണ വൈകുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയുമോ? ആ പ്രതിയാക്കപ്പെട്ട സാഹചര്യം വേണ്ടേ?
ആ സാഹചര്യത്തിൻ്റെ ഗ്രാവിറ്റി കൂടി പരിശോധിച്ചതിന് ശേഷം വേണ്ടേ നമ്മളത് കൊടുക്കാൻ. അല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ ഈ ഉമർ ഖാലിദിൻ്റെ കേസിൽ ആ കേസിൻ്റെ സാഹചര്യത്തിൽ അതിൻ്റെ ഗ്രാവിറ്റി വളരെ വലുതാണ്. നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറത്തുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ജാമ്യം അങ്ങനെ കൊടുക്കും എന്നൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും. ഇനി ഈ ജയിൽ ഈസ് ദ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊതുപ്രസ്താവന മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം പല കേസുകളിൽ ഇപ്പോൾ ഹാബിച്വൽ ഒഫൻഡറാണെന്ന് വെക്കുക, ഒരു സീരിയൽ റേപ്പിസ്റ്റ് ആണെന്ന് വെക്കുക, ഹാബിച്വൽ ബർഗ്ലറാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ലൂട്ടിങ് നടത്തുന്ന സ്വഭാവമുള്ള ഒരാളാണെന്ന് വെക്കുക. അയാളിങ്ങനെ നിരന്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരുപാട് ഹിസ്റ്ററി ഷീറ്റർ എന്നാണല്ലോ അതിനെ പറയണം. ആ ഹിസ്റ്ററി ഷീറ്റർ ആയിട്ടുള്ള ഒരാളാണെന്ന് വെക്കുക. അങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് ബെയിൽ ഈസ് ദ റൂൾ എന്നും പറഞ്ഞ അയാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജാമ്യം കൊടുത്ത് വിടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു റിപ്പർമാരും ജയിലിലാവൂലായിരുന്നല്ലോ. ആകില്ല. കാരണം അത് തന്നെയല്ല, ഇതിനകത്ത് അവർ കോടതി വേറൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇവരുടെ മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും പോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിയമം അനുസരിച്ച് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശം. ഒരു പ്രതി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രതി ഈ കോടാനുകോടി മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് ഭീഷണി ഉയർത്തും എന്നുണ്ടെങ്കിൽ ആ പ്രതിക്ക് ഈ ജാമ്യം വിചാരണ വൈകുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് മാത്രം ജാമ്യം കൊടുക്കാൻ കഴിയുമോ? പലപ്പോഴും കോടതികൾ ഇത് ശ്രദ്ധിക്കാതെയാണ് ഇതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നത്. ഈ ജയിൽ ഈസ് ദ റൂൾ, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് എക്സെപ്ഷൻ എന്നുള്ളത് പറയാനും കേൾക്കാനും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഗമന ഛായ കിട്ടുമെങ്കിലും ജുഡീഷ്യറിയുടെ ലക്ഷ്യം ഈ പുരോഗമന ഛായ നിലനിർത്തലല്ല, ഈ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ലോ എബൈഡിങ് സിറ്റിസൺ എന്നാണ് പറയുന്നത്. നിയമത്തിന് വഴിപ്പെട്ട് നിയമത്തിന് വിധേയമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാക്കപ്പെടുന്നൊരു സന്ദർഭത്തിൽ ആ പ്രതിക്ക് ഇത് കൊടുക്കാമോ എന്നുള്ള കാര്യം ആ കോൺക്രീറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് പരിശോധിക്കേണ്ടതാണ്. അതാണ് ഈ സാഹചര്യം പരിശോധിക്കണം എന്ന് പറയുന്നത്. സർ, ഉമർ ഖാലിദിന്റെ പ്രവൃത്തിയും നിസ്സാരമായിരുന്നില്ലല്ലോ. ഡൽഹി കലാപ കേസിലെ പ്രതിയാണ്. 50-ലേറെ പേരാണ് അവിടെ മരിച്ചത് എന്നുള്ളതാണ്. അയാൾ വിദ്യാർത്ഥിയായിരിക്കുകയാണ് ഈ പറയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നാണ് ഈ കേസിൻ്റെ ആസ്പദമായ സംഭവത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. ഇയാൾക്ക് ജയിലിൽ ഈ ഇടക്കാല ജാമ്യം പോലും അനുവദിക്കാമോ എന്നുള്ളൊരു ചോദ്യം കൂടി അല്ലേ. ഇതിപ്പോൾ കോടതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നില്ല. കോടതിക്ക് പക്ഷേ ഇതിനകത്തൊരു കാര്യം, ഇവർ പൊതുവിൽ പറയുന്നൊരു കാര്യം, ഞങ്ങളിവിടെ ഇരിക്കുന്നത് ബെയിൽ കൊടുക്കാനാണ്, ജയിലിലേക്ക് അയക്കാനല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനെ ജയിലിലേക്ക് ആരെങ്കിലും അയക്കുന്നതിൽ മനോവിഷമം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾ ആ പണിക്ക് പോകാതിരിക്കുന്നതാണ് ഉചിതം. കാരണം എന്താ വെച്ചാൽ ഇത് ദണ്ഡനീതിയാണ്. ഇത് മഹാഭാരതത്തിലെ ഒരു വലിയ ചാപ്റ്റർ ഈ ദണ്ഡനീതിയെക്കുറിച്ചുള്ളതാണ്. രാജ്യം ഭരിക്കുമ്പോൾ ദണ്ഡനീതി ഒഴിവാക്കിയിട്ട് രാജ്യം ഭരിക്കാൻ പറ്റുമോ? ദണ്ഡനീതിയാണ് ഈ ജുഡീഷ്യറിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ശിക്ഷ വിധിക്കുന്ന സമ്പ്രദായം. ശിക്ഷ വിധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അരാജകത്വമാണ് ഫലം. അപ്പോൾ ഒരു രാജ്യത്ത് ക്രമവും സമാധാനവും നിലനിർത്തണം. ക്രമവും സമാധാനവും നിലനിർത്തലാണ് എക്സിക്യൂട്ടീവിൻ്റെ മാത്രമല്ല ജുഡീഷ്യറിയുടെയും ലക്ഷ്യം അതുതന്നെയാണ്. അതെന്താ കാരണം? നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഈ സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തലാണ്. അപ്പോൾ സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തണം എന്നുള്ളത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന അടിസ്ഥാന തത്വമാണ്. അതിന് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് നിയമവ്യാഖ്യാന കേന്ദ്രങ്ങളുള്ളത്. അതിനു വേണ്ടിയാണ് എക്സിക്യൂട്ടീവ് ഉള്ളത്. എല്ലാവരും ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ കുറ്റാരോപിതൻ എന്ന് പറയുന്ന വ്യക്തി ആ ഭരണഘടനയെ എതിർക്കുന്നതും അതിനെ വെല്ലുവിളിക്കുന്നതും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കി രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരാളുമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വിചാരണ വൈകുന്നു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇയാൾ ഇതേ പ്രവൃത്തി വീണ്ടും ചെയ്യില്ലേ? അല്ല, ചെയ്തില്ലെങ്കിൽ പോകാൻ അത് വേണമെങ്കിൽ നിങ്ങൾ ഓവർ ഇതായിട്ട് ഇമ്പോസ് ചെയ്ത് കാണണമെന്ന് പറയാം.
ഉം. പക്ഷെ ചെയ്തില്ലെങ്കിൽ ചെയ്ത കുറ്റമില്ലേ? അതെ. അപ്പോൾ ഈ ഞാൻ മഹാഭാരതത്തിൽ ആ ദണ്ഡനീതി പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യം, ഈ ദണ്ഡനീതിയുടെ തന്നെ ഒരു ഹയർ ഫോമാണ് ആര്? കാലൻ എന്ന് നമ്മൾ പറയുന്ന യമൻ. യമൻ. അതിന് അതിന് മഹാഭാരതത്തിൽ ധർമ്മദേവൻ എന്നുകൂടി അർത്ഥമുണ്ട്. അത് യമധർമ്മൻ എന്നാണ്. യമധർമ്മനാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര സൂക്ഷ്മത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് നിർമ്മമനായി ഇത് ചെയ്യണം എന്നാണ് മഹാഭാരതം പറയുന്നത്. ദണ്ഡനീതി രാജാവിന് നിർവഹിക്കേണ്ടി വരും. അപ്പോൾ കുറ്റവും ശിക്ഷയും തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ കുറ്റത്തിനൊത്ത ശിക്ഷ ഉണ്ടായിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ അങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്യാതെ കുറ്റത്തിനൊത്ത ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് കോടതി. അവർ ഏകപക്ഷീയമായിട്ട് ബെയിൽ ഈസ് ദ റൈറ്റ്, ഈസ് ദ ലോ ആൻഡ് ജയിൽ ഈസ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. നിയമം തന്നെയാണ് ജയിലായിട്ട് പ്രവർത്തിക്കുന്നത്. ഉമർ ഖാലിന് ജയിൽ തന്നെയാണ് അല്ല, കൂടുതൽ അനുയോജ്യം. ഉമർ ഖാദിൻ്റെ മാത്രമല്ല, നിയമം തന്നെയാണ് ജയിലായി പ്രവർത്തിക്കുന്നത്. അത് മറന്നുകൊണ്ട് ഈ ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ജുഡീഷ്യറി അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് വളരെ സൂക്ഷിക്കണം, വിശേഷിച്ച് നമ്മുടെ സമൂഹത്തിൽ. കാരണം രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ആ ശക്തികളെ നമുക്ക് ജയിലിലിടേണ്ടി വരും, അല്ലാതെ നിവൃത്തിയില്ല. പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത് ചെയ്യില്ല എന്നുള്ളതിന് എന്തുറപ്പാണുള്ളത്? ഒരു ഉറപ്പുമില്ലല്ലോ. അപ്പോൾ വൈകുന്നു എന്ന് പറഞ്ഞാൽ, വിചാരണ വൈകുന്നു എന്നതിൻ്റെ പേരിൽ ജാമ്യം കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രതികൾക്കും കൊടുക്കേണ്ടി വരും. കാരണം ഒരു കേസിലെ വിചാരണയും കൃത്യമായിട്ട് നടക്കില്ലല്ലോ. ഒരു കേസിലെ വിചാരണയും സമയബന്ധിതമായിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റേ സൗദി അറേബ്യയിലൊക്കെ നടക്കുന്നതിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വിസ്താരവും കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച വിധിയും വന്ന് അടുത്ത ആഴ്ച അവനെ കൊല്ലുകയും ചെയ്യും. ആ രീതിയിൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിലേ വരുന്നുണ്ട്. പക്ഷേ ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു പൗരന് പൗരമാധികാരമുണ്ട്, പരമമായ അവകാശമുണ്ട്. ആ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്നവൻ മാത്രമല്ല, പുറത്ത് ജീവിക്കുന്നവന് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടാനും ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അതിനെ ഹനിച്ചുകൊണ്ടുള്ള ഒരു വിധിപ്രസ്താവം നിയമപരവുമല്ല, ഭരണഘടനാപരവുമല്ല, യുക്തിസഹവുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.